ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ ചരിത്രപരമായ അടയാളങ്ങളെ മാറ്റിപ്രതിഷ്ഠിക്കുന്ന ഒരു പരിവർത്തന ഘട്ടത്തിലൂടെ കടന്നുപോകുന്നത് എന്ന ചർച്ചകൾക്ക് പുതിയ വേഗത നൽകിയിരിക്കുകയാണ് CPM രാജ്യസഭാ MP ആയ ജോൺ ബ്രിട്ടാസിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ. ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ നിന്നും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ചിത്രം നീക്കം ചെയ്യാൻ പോകുന്ന എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവനയും തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റാനുള്ള പുതിയ നിയമ ഭേദഗതിയും രാജ്യത്തെ വലിയ രാഷ്ട്രീയ സംവാദങ്ങൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. ഇന്ത്യൻ രൂപയുടെ മുഖമുദ്രയായ മഹാത്മാഗാന്ധിയുടെ ചിത്രം കറൻസി നോട്ടുകളിൽ നിന്നും അധികം വൈകാതെ അപ്രത്യക്ഷമാകുമെന്നാണ് ബ്രിട്ടാസ് അവകാശപ്പെടുന്നത്. ഗാന്ധി ചിത്രങ്ങൾ മാറ്റുന്നതിനുള്ള ആലോചനകൾ കേന്ദ്ര സർക്കാർ തലത്തിൽ അതീവ രഹസ്യമായി എന്നാൽ കൃത്യമായ പദ്ധതിയോടെ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതിന്റെ ഒന്നാം ഘട്ടം ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞുവെന്ന അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഗൗരവകരമാണ്. ഗാന്ധിജിക്ക് പകരം ആർഷഭാരത സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്ന ഒന്നോ രണ്ടോ ചിഹ്നങ്ങളാണ് സർക്കാർ പരിഗണിക്കുന്നത്. രാജ്യത്തിന്റെ മതേതര സ്വത്വത്തിനുമേൽ ഹൈന്ദവ സാംസ്കാരിക ബിംബങ്ങളെ പ്രതിഷ്ഠിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1996 മുതലാണ് ഗാന്ധി പരമ്പരയിലുള്ള നോട്ടുകൾ വ്യാപകമായി പുറത്തിറക്കിയത്. ഇതിനു മുമ്പ് വിവിധ ചിഹ്നങ്ങളും അശോക സ്തംഭവും ഒക്കെ നോട്ടുകളിൽ ഉണ്ടായിരുന്നെങ്കിലും ഗാന്ധി ചിത്രം ഇന്ത്യയുടെ സാമ്പത്തിക പരമാധികാരത്തിന്റെ ആഗോള അടയാളമായി മാറിയിരുന്നു. ഈ അടയാളത്തെ മാറ്റുന്നത് കേവലം ഒരു ചിത്രമല്ല, മറിച്ച് ഇന്ത്യ എന്ന ആശയത്തിന്റെ പുനർനിർമ്മാണമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധിക്ക് നേരെയുള്ള വിമർശനവും ചായ സൽക്കാര വിവാദവും വയനാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പാർലമെന്റിലെത്തിയ പ്രിയങ്ക ഗാന്ധിക്കെതിരെ കടുത്ത ഭാഷയിലാണ് ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുക്കിയ ചായ സൽക്കാരത്തിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തതിനെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. രാജ്യത്തെ പാവപ്പെട്ട 50 കോടി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന തൊഴിലുറപ്പ് ബില്ലിലെ മാറ്റങ്ങൾ അതേ സഭയിൽ വെച്ച് പ്രധാനമന്ത്രിയോടൊപ്പം ചായ സൽക്കാരത്തിൽ പങ്കുചേരുന്നത് രാജ്യത്തെ പാവപ്പെട്ട 50 കോടി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന തൊഴിലുറപ്പ് ബില്ലിലെ മാറ്റങ്ങൾ നടന്ന അതേ സഭയിൽ വെച്ച് പ്രധാനമന്ത്രിയോടൊപ്പം ചായ സൽക്കാരത്തിൽ പങ്കുചേരുന്നത് ജനാധിപത്യത്തിന് തീരാ കളങ്കമാണെന്നും അദ്ദേഹം പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ പേര് പദ്ധതികളിൽ നിന്നും വെട്ടിമാറ്റുന്ന സർക്കാർ നയങ്ങളെ എതിർക്കുന്നതിന് പകരം ഭരണകൂടത്തോട് മൃദു സമീപനം സ്വീകരിക്കുന്ന നിലപാടിനെയാണ് അദ്ദേഹം ചോദ്യം ചെയ്തത്. ഭാവിയിൽ കറൻസിയിൽ നിന്നും ഗാന്ധിജിയെ ഒഴിവാക്കിയാലും പ്രിയങ്കയും കൂട്ടരും ഇതുപോലെ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുമോ എന്ന പരിഹാസവും അദ്ദേഹം ഉയർത്തി. പ്രതിപക്ഷ ഐക്യത്തിന്റെ വിള്ളലുകളെയും കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടുകളെയും തുറന്നു കാട്ടാനാണ് ബ്രിട്ടാസ് ഈ അവസരം ഉപയോഗിച്ചത്. VBG റാംജി ജോൺ ബ്രിട്ടാസിന്റെ പ്രസ്താവനകൾക്ക് തൊട്ടു പിന്നാലെയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിക്കൊണ്ടുള്ള നിയമം പ്രാബല്യത്തിൽ വന്നത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ബില്ലിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെച്ചതോടെ പദ്ധതിയുടെ പേര് മാറി. പുതിയ നിയമപ്രകാരം ഈ പദ്ധതി ഇനി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നറിയപ്പെടും. ഇതിന്റെ ചുരുക്കപ്പേരായ VBG റാംജി എന്നതിലൂടെ ഒരു പ്രത്യേക രാഷ്ട്രീയ സന്ദേശത്തിലൂടെ സർക്കാർ ശ്രമിക്കുന്നതായി ആരോപണമുണ്ട്. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ് ഈ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. നിലവിൽ പദ്ധതിയിലെ പ്രധാന ഭേദഗതികൾ 100 ദിവസം തൊഴിൽ നൽകിയിരുന്ന സ്ഥാനത്ത് ഇനി മുതൽ 125 ദിവസം തൊഴിൽ നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകുന്നുണ്ട്. അതോടൊപ്പം 25 ദിവസത്തെ അധിക തൊഴിൽ ലഭിക്കുന്നത് ഗ്രാമീണ കുടുംബങ്ങളുടെ വാർഷിക വരുമാനത്തിൽ വലിയ വർധന ഉണ്ടാക്കുകയും ഇത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് സഹായിക്കുകയും ചെയ്യുമെന്ന് അവകാശപ്പെടുന്നു. 2047ഓടെ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പായാണ് പദ്ധതിയെ പുനർനാമകരണം ചെയ്തത്. ഗാന്ധിജിയിൽ നിന്നും വികസിത് ഭാരതത്തിലേക്കുള്ള ദൂരം മഹാത്മാഗാന്ധിയുടെ പേര് ഇന്ത്യയുടെ അടിസ്ഥാന വികസന പദ്ധതികളിൽ നിന്നും നീക്കം ചെയ്യപ്പെടുന്നത് ഒരു വലിയ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന് കരുതുന്നവർ നിരവധിയാണ്. ഗ്രാമസ്വരാജ് എന്ന ഗാന്ധിയൻ സങ്കല്പത്തിൽ നിന്നാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ വേരുകൾ ആഴ്ന്നിറങ്ങിയിരിക്കുന്നത്. UPA സർക്കാരിന്റെ കാലത്ത് ഈ പദ്ധതിക്ക് ഗാന്ധിജിയുടെ പേര് നൽകിയത് അതിന്റെ ലക്ഷ്യത്തോടുള്ള ബഹുമാന സൂചകമായിരുന്നു. എന്നാൽ പുതിയ സർക്കാർ വികസിത് ഭാരത് എന്ന മുദ്രാവാക്യത്തിന് കീഴിൽ എല്ലാ പദ്ധതികളെയും കൊണ്ടുവരുമ്പോൾ ഗാന്ധിജിയുടെ സാന്നിധ്യം അവിടെ അപ്രസക്തമാവുകയാണ്. പേരുമാറ്റത്തിലൂടെ ഗാന്ധിജിയുടെ ഗ്രാമീണ വികസന മാതൃകയെ തഴയുകയാണോ എന്ന ചോദ്യം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. 125 ദിവസമായി തൊഴിൽ ദിനങ്ങൾ ഉയർത്തിയത് സ്വാഗതാർഹമാണെങ്കിലും ഫണ്ട് വിതരണത്തിലെ കാലതാമസവും വേതന കുടിശ്ശികയും പരിഹരിക്കാതെ പേരുമാറ്റുന്നത് വെറും കൺകെട്ട് വിധിയാണെന്ന് വിമർശകർ പറയുന്നുണ്ട്. ബ്രിട്ടാസ് ഉന്നയിച്ച കറൻസി നോട്ട് വിവാദം വരും ദിവസങ്ങളിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറാൻ സാധ്യതയുണ്ട്. കറൻസിയിൽ നിന്നും ഗാന്ധിജിയെ മാറ്റുന്നത് കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ വൈകാരികതയെയും രാജ്യത്തിന്റെ മതേതര പാരമ്പര്യത്തെയും ബാധിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം ഗാന്ധിജിയുടെ പേര് നീക്കം ചെയ്തുകൊണ്ടുള്ള തൊഴിലുറപ്പ് പദ്ധതിയുടെ രൂപമാറ്റവും ഗവൺമെന്റിന്റെ പുതിയ നയരൂപീകരണത്തിന്റെ വ്യക്തമായ സൂചനയാണ്. ഭരണകൂടം തങ്ങളുടെ പുതിയ വികസന മാതൃകകൾക്കായി പഴയ ബിംബങ്ങളെ മാറ്റി പ്രതിഷ്ഠിക്കുമ്പോൾ അത് രാജ്യത്തിന്റെ ഐക്യത്തെയും ചരിത്രബോധത്തെയും എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഗാന്ധിജി എന്നത് കേവലം ഒരു പേരോ ചിത്രമോ മാത്രമല്ല, മറിച്ച് ഇന്ത്യ എന്ന ആശയത്തിന്റെ ആത്മാവാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഈ മാറ്റങ്ങൾ വലിയ ആശങ്കയാണ്.